ഞാനിപ്പോൾ നിൽക്കുന്നത് പൊള്ളാച്ചി വാൾപ്പാറ റൂട്ടിലുള്ള 9ാമത്തെ ഹെയർപിൻ ബെൻഡിലാണ്. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന അപകടം കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് ശേഷം നടന്നത് ഇവിടെയാണ്. എനിക്ക് പിറകിൽ കാണുന്ന ആ 13ാം നമ്പർ ഹെയർപിൻ ബെൻഡിൽ നിന്നും ടെമ്പോ ട്രാവലർ താഴോട്ട് വളരെ ശക്തിയായി പതിക്കുകയായിരുന്നു. വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടത് മൂലമാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഉല്ലാസയാത്രയ്ക്കെത്തിയ സഹപ്രവർത്തകരും മറ്റും ചേർന്നൊരു സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇത്രയധികം ഉയരത്തിൽ നിന്ന്, അതായത് 300 മുതൽ 400 വരെ അടി ഉയരത്തിൽ നിന്നും വാഹനം താഴോട്ട് പതിക്കുകയായിരുന്നു. ആ മാത്രയിൽ തന്നെ 8 പേരാണ് ആ വാഹനത്തിൽ അപ്പോൾ തന്നെ മരിച്ചത്. പിന്നീട് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ബാക്കിയുള്ള ഒരാൾ കൂടി മരണപ്പെടുന്ന സംഭവം ഉണ്ടായത്. എന്തായാലും അപകടത്തിൻ്റെ ആഘാതം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എനിക്ക് പിറകിൽ അധികൃതർ മാറ്റിയിട്ടിരിക്കുന്ന ടെമ്പോ ട്രാവലർ നമുക്കിവിടെ കാണാം. ചിന്ന ഭിന്നമായി പോയിരിക്കുകയാണ് ഈ വാഹനം, പൊടിയായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്രയധികം വലിയൊരു ആഘാതത്തിലുള്ള വീഴ്ചയാണ് മുകളിൽ നിന്നും സംഭവിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ഇത് വിനോദസഞ്ചാര മേഖലയാണ്. നിരവധി ആളുകൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ ഭാഗത്തിലൂടെ റൈഡേഴ്സൊക്കെ തന്നെ എപ്പോഴും ബൈക്ക് റൈഡിങ്ങിലൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഉല്ലാസയാത്രയ്ക്ക് ഒരുപാട് പേര് പുറപ്പെട്ടപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി അവരും ഇവിടെ എത്തി. പക്ഷേ ഇപ്പോൾ അവരിൽ പലരും ചേതനറ്റ ശരീരങ്ങളായി മടങ്ങുകയാണ്. എന്തായാലും വലിയൊരു ഞെട്ടൽ കേരളത്തിലും മലപ്പുറത്തും മാത്രമല്ല വാൾപ്പാറയിലുള്ളവർക്കുമുണ്ട്. വലിയ രീതിയിലുള്ള ഞെട്ടൽ. ഇത്തരത്തിലൊരു അപകടം ഇതൊരു അപകട മേഖലയായി പലപ്പോഴും അറിയപ്പെടുമ്പോഴും സമീപകാലത്തൊന്നും ഇത്രയധികം വലിയൊരു അപകടം ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഈ ദൃശ്യങ്ങൾ കാണുക. ഈ വാഹനം, ഒരു ടെമ്പോ ട്രാവലർ ഈ നിലയിൽ ഇത്രയധികം മോശമായ നിലയിലേക്ക് പോയത് ആ കടുത്ത വീഴ്ചയുടെ ആഘാതത്തിൽ തന്നെയാണ്. എന്തായാലും ആ ഒരു ഞെട്ടൽ ഇവിടെയുള്ളവർക്കുണ്ട്. ഇന്ന് കൂടുതൽ പരിശോധനകൾ ഈ സംഭവത്തിൽ നടക്കും. എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിലുണ്ടായ കാരണം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ പരിശോധനയിൽ നടക്കും. മറ്റു കാര്യങ്ങളും അധികൃതർ പരിശോധിച്ചു വരികയാണ്.